നമസ്കാരം. കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിന് കാരണവും അനാസ്ഥ തന്നെ. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിനെത്തിയതായിരുന്നു കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കെയാണ് അപകടമുണ്ടായത്. ഉടൻ അവിടെ ഉണ്ടായിരുന്നവർ നടത്തിയ ഇടപെടലാണ് ഉമാ തോമസിന്റെ ആരോഗ്യനില അതിസങ്കീർണമാകാതിരിക്കാൻ കാരണം. ആശുപത്രിയിലും അതിവേഗ ചികിത്സ നൽകി. ഇതും രക്തസ്രാവം അടക്കം നിയന്ത്രിക്കുന്നതിൽ നിർണായകമായി. മന്ത്രിയടക്കം പങ്കെടുത്ത പരിപാടിയിലുണ്ടായ ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് MLAയുടെ വീഴ്ചയ്ക്ക് കാരണമായത്. 12,000 പേരുടെ പരിപാടിക്ക് 10,000 കാണികളായി എത്തുമെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണ് സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമായി മാറിയതെന്നതാണ് വസ്തുത. VIP ഗാലറിയിലെ 13 വരി കസേരകൾക്ക് മുകളിൽ 2 തട്ടുകളായി കെട്ടി ഉയർത്തിയ താൽക്കാലിക വേദിയിലാണ് പരിപാടി നടന്നത്. ഗാലറിയുടെ ഇരുമ്പ് കൈവരിക്ക് മുകളിലായിട്ടാണ് വേദി നിർമ്മിച്ചിരുന്നത്. വേദിയുടെ മുന്നിൽ കൈവരിക്ക് പകരം ക്യൂ മാനേജർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എയർപോർട്ടുകളിലും മറ്റും തിരക്ക് നിയന്ത്രിക്കാൻ കുറ്റികളിൽ നാട വലിച്ചു കെട്ടുന്ന സംവിധാനത്തിലൂടെ ഈ ഭാഗത്തെ തിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിച്ചതാണ് അപകടമുണ്ടാക്കിയത്. മന്ത്രിയടക്കമുള്ള വിശിഷ്ടാതിഥികളെ അഭിവാദ്യം ചെയ്ത ശേഷം ഉമാ തോമസ് മുന്നോട്ട് നടക്കുന്നതിനിടെ ക്യൂ മാനേജറിന്റെ കുറ്റിയിൽ പിടിച്ചു. തീരെ ബലമില്ലാത്ത അതും അറിഞ്ഞു. ഉമാ തോമസ് ഇരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചതെന്നും പറയുന്നു. ഏതായാലും ക്യൂ മാനേജറാണ് അപകടമുണ്ടാക്കിയതെന്ന് വ്യക്തം. വേദിയിലെത്തി ഒരു കസേരയിലിരുന്ന ശേഷം പരിചയമുള്ള ഒരാളെ കണ്ട് എഴുന്നേറ്റ് കൈകട്ടി മുന്നോട്ട് നടക്കുകയായിരുന്നു ഉമാ തോമസ് എന്നും റിപ്പോർട്ടുണ്ട്. ഇതിനിടയിലാണ് വേദിയുടെ അരികിലെ താൽക്കാലിക റെയിലിലെ റിബണിൽ പിടിച്ചപ്പോൾ നിലതെറ്റി വീണത്. വേദിയുടെ താഴെ നിന്നിരുന്നവരാണ് നിലവിളി കേട്ട് ഓടിയെത്തി MLA ആംബുലൻസിൽ എത്തിച്ചത്. MLA പിടിച്ചതോടെ ക്യൂ മാനേജർ നിലതെറ്റി 3 കുറ്റികളും നാടെ ഉൾപ്പെടെ താഴേക്ക് പതിച്ചു. താഴെ ഗ്രൗണ്ടിലേക്ക് കടക്കാനുള്ള പ്രവേശന ദ്വാരത്തിൽ പാകിയിരുന്ന കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിച്ചാണ് വീണത്. അപ്പോൾ തന്നെ ബോധം മറഞ്ഞു. MLA ഉടൻ ആംബുലൻസിലും ആശുപത്രിയിലേക്ക് മാറ്റിയതാണ് ചികിത്സയിലും നിർണായകമായത്. സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മൃദംഗ മെഷീനും സ്റ്റേജ് നിർമ്മിച്ചവർക്കെതിരെയുമാണ് കേസ്. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. ജീവന് ഭീഷണി ഉണ്ടാകും വിധം അപകടകരമായി സ്റ്റേജ് നിർമ്മിച്ചതിനാണ് കേസ്. പൊതുസുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും കേസുണ്ട്. 14 അടിയോളം ഉയരത്തിൽ നിന്ന് ഉമാ തോമസ് MLA താഴേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റെന്നും സ്റ്റേജിന്റെ നിർമ്മാണത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും പാലിച്ചില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു. താൽക്കാലിക സ്റ്റേജിന്റെ മുൻവശത്തുകൂടി ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴി ഉണ്ടായിരുന്നില്ല, സുരക്ഷാ വേലിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അപകടത്തിന്റെ കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ റിബൺ കണ്ടപ്പോൾ ബലമുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ച് പിടിച്ചതാകാമെന്നാണ് സംഘാടകർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആരുടെയും പേര് വിവരങ്ങൾ FIR-ലില്ല. തിങ്കളാഴ്ച പുലർച്ചെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം കൊച്ചി റിനെ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ ആശങ്കാജനകമല്ലെന്നാണ് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട്. MLAയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിങ്കളാഴ്ച പുലർച്ചെ 1:45 മെഡിക്കൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. നിലവിലുള്ള ചികിത്സ തൃപ്തികരമാണെന്നും സംഘം വിലയിരുത്തി. തുടർ ചികിത്സകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞായറാഴ്ച കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മെഗാ ഭരതനാട്യം തുടങ്ങുന്നതിന് മുൻപ് വൈകിട്ട് 6:30യോടെയാണ് അപകടം. കോൺക്രീറ്റ് സ്ലാബിലേക്ക് തലയിടിച്ചാണ് ഉമാ തോമസ് MLA വീണത്. ഉടൻ തന്നെ ആംബുലൻസിൽ പാലാരിവട്ടം റിനെ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി സജി ചെറിയാൻ, ADGP S ശ്രീജിത്ത്, സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ എന്നിവരുൾപ്പെടെയുള്ള അതിഥികൾ അപകടം നടക്കുമ്പോൾ വേദിയിലുണ്ടായിരുന്നു.